ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു മീൻകറി വെച്ചാലോ? ഇന്ന് നല്ല ഉപ്പും എരിവും പുളിയൊക്കെ പിടിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീനാണ്. കാളാഞ്ചി മീനാണ് ഇന്ന് എനിക്ക് കറി വയ്ക്കാൻ കിട്ടിയത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. മൺചട്ടിയാണ് എപ്പോഴും മീൻകറി വയ്ക്കാൻ നല്ലത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. എനിക്കെല്ലാം കയ്യളവാണ്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു സ്പൂൺ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തോരം മീനുണ്ടോ അതിനനുസരിച്ച് വേണം ഉലുവയുടെ അളവും കൂട്ടിയും കുറച്ചുമൊക്കെ ഇടാൻ. അപ്പോൾ ഏകദേശം ഒരളവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. 1 കിലോ മീനിനൊക്കെ ഒരു 1-1.25 സ്പൂണൊക്കെ ഉലുവ മതി. ഒരുപാട് ഉലുവ ഇടരുത്, കഴിച്ചു പോകും. അപ്പം എന്നാലും നല്ല കറിക്ക് മണം കിട്ടാനും ഒക്കെ ഉലുവ നല്ലതാണ്. അപ്പോൾ ഉലുവ പൊട്ടി വന്നിട്ടേ നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാനുള്ളൂ. മീൻ വെട്ടി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്, പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉലുവ ഇട്ടതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 1/2 ഇഞ്ച് ഇഞ്ചിയും അതുപോലെ ഒരു പകുതി ബൾബ് വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളി ഇടരുത്, ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മാത്രമാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതൊന്ന് നമുക്ക് ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക. നല്ലപോലെ മൂത്ത നല്ല മണം വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. പെട്ടെന്ന് അടുത്ത മസാലയൊന്നും നമ്മൾ ചേർക്കരുത്. എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും സാവധാനം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷമേ നമ്മൾ ബാക്കിയുള്ള മസാലകൾ ഇടാവുള്ളൂ. അപ്പോൾ ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ ഷെയ്ഡ് ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള മസാലകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ കാശ്മീരി ചില്ലിയാണ്, എരിവില്ലാത്ത മുളകാണ്. അതുപോലെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് വറ്റൽമുളക് എരിവുള്ള വറ്റൽമുളക് വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ വറ്റൽമുളക് ഒഴിവാക്കാം. എൻ്റേത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ ഈ കറി വെച്ചപ്പം ശരിക്കും ഇതിൽ വറ്റൽമുളക് കൂടി ചേർത്ത് നമ്മൾ വഴറ്റിയെടുക്കേണ്ടതാണ്. ഞാൻ വീണ്ടും രണ്ടാമതാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതാ ഞാനൊരു കൈപ്പിടി നിറയെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കൈപ്പിടി നല്ലപോലെ ഒരു കൈപ്പിടി നിറയെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 സ്പൂൺ മുളക് പൊടിക്കും 1 സ്പൂൺ മല്ലിപ്പൊടിക്കും 1 കൈപ്പിടി നിറയെ തേങ്ങ. ഏകദേശം ഒരു കണക്കാണ് പറഞ്ഞു തന്നത്. എന്നിട്ട് ആ ചട്ടിയുടെ ചൂടിൽ ഇതൊന്ന് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഒരിക്കലും ഗ്യാസ് ഓണാക്കി വെച്ചുകൊണ്ട് തേങ്ങ വറുക്കരുത്. അപ്പം നമ്മൾ സാധാ തേങ്ങ വറുത്തരച്ച കറി പോലെ ആയിപ്പോവും. അങ്ങനെ ആവരുത്. ഇത് വേറൊരു കറി, വേറൊരു മീൻ കറി, നല്ല ടേസ്റ്റിയാണ്, സ്പെഷ്യൽ മീൻ കറി. അപ്പം ഞാൻ ആ വറുത്ത തേങ്ങ അതെല്ലാം ഞാൻ അരച്ചെടുത്ത് മിക്സിയിൽ. എന്നിട്ട് ആ ചട്ടി തന്നെ വെച്ചിട്ട് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കടുക് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഒരു 3-4 ഉലുവ ചേർത്താലും കുഴപ്പമില്ല. സാധാരണ നമ്മൾ നേരത്തെ ഉലുവ ചേർത്തുകൊണ്ട് ഉലുവ ചേർക്കണമെന്നില്ല. ചെറിയ ഒരു 5-6 പീസ് ഇട്ടാലും കുഴപ്പമില്ല. നമുക്ക് കറിക്ക് നല്ലൊരു മണം കിട്ടും. കടുകോ ഉലുവയോ എന്താണേലും അതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞെടുത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറികൾക്ക് നല്ല മണവും രുചിയൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ചെറിയ ഉള്ളി തന്നെയാണ് എപ്പോഴും ടേസ്റ്റ് സവാളയെക്കാട്ടിലും. സവാള കറികൾക്ക് മധുരം കൂട്ടാൻ അത് സാധ്യത കൂടുതലാണ്, മധുരം ഉണ്ടാവും. നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ചെറിയ കുഞ്ഞുള്ളി ആവുമ്പം കുറച്ചുകൂടി കറികൾക്കെല്ലാം നല്ല ടേസ്റ്റ് വരാൻ ചെറിയ ഉള്ളിയാണ് നല്ലത്. അപ്പോൾ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി ഒരുവിധം ഒരുപാട് ഗോൾഡൻ ആവണ്ട, ഒന്ന് കളറ് മാറുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വെള്ളം വറ്റി ഒരുപാട് ഉടഞ്ഞൊന്നും പോകണ്ട. നമ്മുടെ ആ ഉള്ളി മൂത്ത് കഴിഞ്ഞ് തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് തക്കാളി ഒന്ന് വഴന്ന് കിട്ടണം.
അപ്പം നമുക്ക് കുടംപുളിയൊക്കെ എടുത്തൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. കുടംപുളി പെട്ടെന്ന് പുളി ഇറങ്ങണമെങ്കിൽ അതൊക്കെ നമുക്ക് നമ്മുടെ കറികളെ അല്ലെ നമ്മുടെ ജോലിയെ സ്പീഡപ്പ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതുപോലെ കറികൾക്ക് ടേസ്റ്റ് ഉണ്ടാവാനും അത് സാധിക്കും. ഇപ്പോഴത്തെ തക്കാളി എത്ര ഉടച്ചാലും ഉടയത്തില്ല. നമ്മൾ അരച്ചൊഴിച്ചാലേ ഉള്ളൂ തക്കാളി ഉടഞ്ഞ് കിട്ടുന്ന കറികൾക്ക് അത് പെട്ടെന്ന് നമുക്കത് കറി വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങായും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ വഴറ്റിയെടുത്തില്ലേ, ആ ഒരു മസാല ഞാനതിലേക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇതിലേക്ക് ആ എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വരണം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതും നമുക്ക് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കുടംപുളി വെള്ളത്തിലിട്ടിട്ട് അതും ഒഴിച്ചു കൊടുക്കാം. ഫാസ്റ്റായിട്ട് നമുക്ക് പുളിയൊക്കെ ഇറങ്ങാൻ അത് ഉപകരിക്കും കേട്ടോ. എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്നിട്ട് നമുക്ക് മിക്സിയൊക്കെ ഒന്ന് കഴുകി അതിലേക്ക് തന്നെ ഇച്ചിരി വെള്ളം ആവശ്യത്തിന് മീൻ വേകാനുള്ള വെള്ളം വെച്ച് കൊടുക്കാം. കാളാഞ്ചി മീൻ ഒരുപാട് അങ്ങ് വേവൊന്നുമില്ല, സോഫ്റ്റ് മീനാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ ഒരു പച്ചമുളക്, 1-2 പച്ചമുളക്, അത് വേറൊരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ കുടംപുളി അങ്ങനെ തന്നെ ഇട്ടാണ്. അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് ഫാസ്റ്റിൽ കറി വെക്കുന്നവർക്കാണെങ്കിൽ പുളി ഇറങ്ങി ആ വെള്ളത്തോടു കൂടി നമുക്ക് ഒഴിക്കാം. അത് മീൻ മുറിക്കുമ്പം തന്നെ നമ്മൾ പുളിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് പുളി ഇറങ്ങും. അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ വറ്റൽമുളക് കൂടെ തേങ്ങയുടെ കൂടെ ഒന്ന് വറുത്തെടുക്കേണ്ടതായിരുന്നു. അപ്പോൾ എരിവ് കുറവായതുകൊണ്ടാണ് എൻ്റെ മുളക് പൊടിക്ക് ഞാൻ പിന്നെ രണ്ടാമത് മുളക് അതിലേക്ക് അരച്ചൊഴിച്ചതാണ്. എരിവുള്ള മുളക് ഇത്തിരി അരച്ചൊഴിച്ചതാണ്. അത് നമ്മൾ മുളക് വറക്കുമ്പം തന്നെ തേങ്ങ വറക്കുമ്പം തന്നെ മുളക് അതിലേക്ക് ചേർത്ത് വറുത്തിട്ട് നമ്മൾ മസാല കൂട്ടുമ്പോൾ ഒന്നിച്ചരച്ചെടുത്താൽ മതി കേട്ടോ. നമ്മളുടെ എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു, കുടംപുളി ഇട്ട് കൊടുത്തു. ഞാൻ മിക്സിയുടെ ജാറും എല്ലാം അതെല്ലാം അതിലേക്ക് കഴുകി ഒഴിച്ചു കൊടുത്തു. നമ്മൾ പണ്ട് കല്ലിലൊക്കെ അരയ്ക്കുമ്പോൾ ഉമ്മാമാർ പറയും അതിലിങ്ങനെ കഴുകി എടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണെന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും മിക്സിയിൽ തന്നെ അതിലെല്ലാം അതിൻ്റെ അരപ്പും മസാലയൊന്നും കളയാതെ ഒഴിക്കാറുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിളച്ച് ഉപ്പും പുളിയും ഒന്ന് നന്നായിട്ട് ചൂടാകുമ്പം കാളാഞ്ചി മീൻ ഇട്ട് കൊടുക്കുക. ഏത് മീനും ചെയ്യാം, പക്ഷേ ഉപ്പും പുളിയും എരിവും ഒക്കെ ഉള്ളിലേക്ക് പിടിക്കുന്ന സോഫ്റ്റ് മീൻ വെക്കാൻ ഈ ഒരു മസാലക്കൂട്ട് നല്ലതാണ്. അപ്പോൾ ഞാൻ കഴുകി ക്ലീനാക്കി വെച്ചിരുന്ന കാളാഞ്ചി മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ചിട്ടിട്ട് കൊടുത്താലും നല്ലതാണ്. മീൻ പൊടിയത്തില്ല, നല്ല ടേസ്റ്റ് മീനാണ്. സോഫ്റ്റ് മീനാണേലും അങ്ങനെ പൊടിയത്തില്ല. കണ്ടില്ലേ, ഉപ്പും പുളിയൊക്കെ ഇറങ്ങി നല്ല തിളച്ച് നല്ല ടേസ്റ്റ് കറിയായിട്ട് കാളാഞ്ചി മീൻ വെന്ത് വന്നിട്ടുണ്ട്. എണ്ണ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തിളച്ച് വരുമ്പം എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോഴാണ് കറികൾക്ക് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത് ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കാറുണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ. കാളാഞ്ചി മീൻ കിട്ടുമ്പോൾ നല്ല ഉപ്പും എരിവും പുളിയൊക്കെ പിടിച്ച അടിപൊളി ഒരു നല്ല മീൻ കറിയാണ്. എല്ലാവരും വെച്ച് നോക്കുമല്ലോ. അപ്പോൾ ഇത് കണ്ട എല്ലാവർക്കും അള്ളാഹു ഹൈറും ബർക്കത്തും റിസ്ക്കും ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നല്ലൊരു സന്തോഷമുള്ള ഒരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, താങ്ക് യു.